സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. സാബു മോൻ. എനിക്ക് എപ്പോഴും പറയുമ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. സാബു മോൻ വന്നത് നിങ്ങൾ കണ്ടു കാണും. ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാണ്. പുറത്ത് നിന്ന് വേറൊരാളും കൂടെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൂടിപ്പോയാൽ അത്ര അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ അത്യാവശ്യം 2-3 ടാസ്ക്കൊക്കെ കൊടുത്തു. മോർണിംഗ് ടാസ്ക് കൊടുത്തു. അതായത് ആളുകളെ റോസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക എന്നൊക്കെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സാബുമാന്. അത് സാബുമാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ സാബുമാൻ അവസാനം പറയുന്നുണ്ട്, ഒന്നാമത് എല്ലാവരും ചത്തിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കൂടെ എന്തിനാണ് ഇങ്ങനെ തോണ്ടാൻ പോകുന്നത് എന്ന രീതിയിൽ ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ പുറത്ത് നിന്ന ഒരാളുടെ അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഹൗസിനുള്ളവർ കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ അതൊരുമാതിരി പേഴ്സണൽ ഗ്രഡ്ജ് എടുത്തിട്ട് പുള്ളിക്കാരൻ, അതായത് സാബുമാനെ തിരിച്ച് എന്തുവാ റോസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും കൂടെ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തോന്നാണ്, പുറത്ത് നിന്ന് ഒരാളുടെ അഭിപ്രായമാണ് നിങ്ങൾ കേൾക്കുന്നത്, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് കേൾക്കുന്നത്. എന്നിട്ട് ഗെയിം കുറച്ചുകൂടെ നന്നാക്കുക എന്നല്ല അവിടെ ചിന്തിക്കുന്നത്. ആര്യനും അക്ബറൊക്കെ വന്ന് നിന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് നമ്മളെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടില്ല, റോസ്റ്റ് ചെയ്തെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്തേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവർക്കില്ലെന്നാണ്. അതായത് സാബുമാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സാബുമാൻ്റെ അഭിപ്രായം മാത്രമല്ല, പുറത്തുള്ളവരുടെ അഭിപ്രായം കൂടി വെച്ചാണ് സാബുമാൻ ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യുന്നത്. ആര്യൻ്റെ കേസ് എടുത്ത് നോക്കി കറക്റ്റ് അറിയാം. ഗിസൈലിൻ്റെ കാര്യം പറഞ്ഞത് എന്തോന്നാണ്, അതായത് നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു ട്രാപ്പിലോട്ടായിപ്പോയി. ആ രീതിയിലാണ് എന്തുവാ നമ്മുടെ സാബുമോൻ സംസാരിച്ചത്. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പുറത്ത് അങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് അവിടെ ഉള്ള ആർക്കും ഇല്ലെന്നാണ്. അതാരും മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് എല്ലാവരും റോസ്റ്റ് ചെയ്തത് പേഴ്സണലായിട്ട് എടുത്തിട്ട് തിരിച്ച് അങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചിന്തിക്കുക. അതായത് പുറത്ത് നിന്ന് ഒരാൾ വന്നാണ് നിങ്ങളെ റോസ്റ്റ് ചെയ്യുന്നത്, അകത്തുള്ള ആളല്ല. അപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്, പുറത്തുള്ള കാര്യങ്ങൾ, അതായത് പുറത്ത് എന്നെ ഇങ്ങനെയെല്ലാമാണ് ആളുകൾ റിഫ്ലക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ അത് പേഴ്സണലായിട്ട് എടുത്ത് അങ്ങേര് തിരിച്ച് റോസ്റ്റ് ചെയ്ത് എന്നൊക്കെ എന്തോ വലിയ മാസ് പോലെയാണ് പലരും അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൊടുക്കുന്ന ടാസ്ക് വൃത്തിയായിട്ട് ചെയ്യുന്ന ആരുമില്ല, ശരിക്കും ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഏത് ടാസ്ക്കായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകെ ഒരു ടാസ്ക് കൊണ്ടാണ് ഈ മറ്റേ കട്ട് തിന്നുന്ന സീക്രട്ട് ടാസ്ക് കൊടുത്തത്, സാബുമോൻ്റെ എൻട്രി ഒക്കെ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അതിൽ മാത്രമാണ് ഇത് എൻജോയ് ചെയ്ത് കണ്ടത്. വലിയ അടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ ഷാനവാസ് വന്ന് വലിയ ഷോ കാണിച്ച് പട്ടായ ഗേൾസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അതങ്ങ് ഇതായിപ്പോയി, കുളമായി അവസാനം. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ ഇത് കുളമാക്കാനായിട്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നിവിനെ വിളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇത് എൻഗേജിങ് ആയിട്ട് പോയേനെ. എന്തെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ടാസ്ക്, സാബുമോൻ പോകാൻ നേരത്തും പറഞ്ഞ ഒരു കാര്യമാണ്, ടാസ്ക് നല്ല പോലെ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അത് മോർണിംഗ് ടാസ്കിൽ, അതായത് സാബുമോന് കിട്ടിയ പോസിറ്റീവ് കാര്യങ്ങൾ, ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പോസിറ്റീവ് കാര്യങ്ങൾ ഇവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാനായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു, അത് ആര്യനൊരു കാര്യം ചോദിച്ചു, എന്താണ് ടാസ്ക്, അതായത് ഇതിൻ്റെ അകത്ത് ടാസ്ക് മാത്രം ചെയ്തു നിന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമയിലോട്ടൊക്കെ അവസരം ഇത്രയും കിട്ടിയതെന്ന്, ആ രീതിയിലായിരുന്നു ചോദ്യം. പക്ഷേ അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, അതിലുള്ള ആർക്കും ടാസ്ക് മനസ്സിലായിട്ടില്ല എന്ന്. ഇപ്പം ഇന്ന് കൊടുത്ത ടാസ്ക് അല്ല, അതായത് അതിൻ്റെ അകത്ത് നടക്കുന്ന ടാസ്കുകൾ പലതും എന്തിനാണ് കൊടുക്കുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് പലർക്കും അതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സാബുമാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ടാസ്കിൻ്റെ അതായത് ടാസ്കിനകത്തുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ കരിയറിനെ എങ്ങനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുക എന്ന രീതിയിലൊന്നും അവിടെ ആരും ചിന്തിക്കുന്നില്ല. അത് സാബുമോൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. സാബുമോൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നല്ലപോലെ ടാസ്ക് ചെയ്യുക, നിങ്ങൾക്ക് അവസരങ്ങൾ തേടി വരും, അതുള്ള കാര്യമാണ്. ആ ക്യാരക്ടർ നല്ല, അതായത് ക്യാരക്ടർ ചേഞ്ച് കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതായത് എന്തുവാ, അന്ന് ആര്യന് നല്ലപോലെ പെർഫോം ചെയ്തതിനൊക്കെ കിട്ടിയത്, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ലപോലെ ചെയ്തിരുന്നുവെങ്കിൽ പല അവസരങ്ങളും പുറത്തുനിന്ന് കിട്ടിയേനെ. അങ്ങനെയൊക്കെയാണ് തലവര മാറുന്നത്. അത് മനസ്സിലാക്കാത്ത കുറേ എണ്ണമാണ് അതിൻ്റെ അകത്ത് കടന്ന് ആടിയും പീടി അതിലെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഈ ക്യാരക്ടർ പിടിച്ച് ചെയ്തതേ ഞാൻ കണ്ടില്ല. ആ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഡാൻസ് കളിച്ച് ഇറങ്ങിപ്പോയി. ക്യാരക്ടർ ആവുന്നതേ കണ്ടില്ല. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് എപ്പോഴും
നമ്മുടെ അങ്ങനെ പേര് മറന്നുപോയല്ലോ, അനീഷിൻ്റെ പിറകെ നടന്ന് തൊപ്പിയും തട്ടി മറ്റേ മൂക്കിലെ ക്ലൗണും തട്ടിക്കളഞ്ഞ് ഇതൊക്കെയാണ് ആദിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, പല ടാസ്കുകളും അതിൻ്റെ അകത്ത് ചെയ്യുന്നത് നമ്മളെ 100% എഫേർട്ട് ഇടുക, നമുക്ക് കിട്ടേണ്ടത് കിട്ടും. അത് അതിൻ്റെ അകത്തുള്ള എല്ലാ എണ്ണത്തിനും മനസ്സിലായി വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് ഇട്ടിരിക്കും. സാബു മോൻ്റെ കാര്യം ഞാൻ പറയാം. സാബു മോൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞത്, റോസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്, കാണാനില്ല. ശരിക്കും അതല്ലേ സത്യം. ഒരു ഒരു എപ്പിസോഡ് നടന്നു പോകുമ്പോൾ സാബു മാൻ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻ്റായ സാബു മാന എത്ര നേരം നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നേരം സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്, ഒന്ന് ചിന്തിച്ച് നോക്കുക. അതാണ് സാബു മോൻ അവിടെ നിന്ന് സാബു മാന റോസ്റ്റ് ചെയ്തത്, കാണാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പോവാൻ നേരത്തും ലക്ഷ്മിയുടെ അടുത്ത് ഈ എന്തുവാ നിലപാടിൻ്റെ കാര്യം, ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറെ ഒരാൾക്ക് വേണ്ടി നിലപാട് മാറ്റി പറയാതിരിക്കുക. അതെന്തുകൊണ്ടെന്നാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, എന്താണ് അതിനകത്ത് സംഭവിച്ചെന്നും. പലരും പുറത്തു നിന്ന് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത ശേഷമാണ് ലക്ഷ്മിക്ക് ഈ ഒരു മാറ്റം ഉണ്ടായത്. അവൾ ലക്ഷ്മി അതായത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് ആദില നൂറയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റാൻ പോലും പറ്റത്തില്ല എന്നും പറഞ്ഞ ആളാണ് നിവിൻ. ഓക്കെ, നിവിൻ്റെ തല തടവി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ലേ, അവർ ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ, അതായത് അത്രയ്ക്കും ആ ഒരു LGBTQ കമ്മ്യൂണിറ്റിയോട് എതിർപ്പുള്ള ആൾക്ക് ഒരിക്കലും നിവിനുമായിട്ട് ഇത്ര ക്ലോസ് ആവാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ തവണ അഭിഷേക് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരനും 2 ജെൻഡർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ആണ് പെണ്ണ് രണ്ട് ഇത് മതി, ജെൻഡർ മതി, മഴവില്ല ആകാശത്താണെന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരനെ കണ്ടാൽ അറിയാം, അന്ന് വന്ന ദിവസം തൊട്ട് അവസാന നിമിഷം വരെ ഇതിനെതിരായിട്ടാണ് സംസാരിച്ചതും. അതിൻ്റെ അകത്ത് ആ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത ആരുമായിട്ടും ഒരു കൂട്ടും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമുക്കൊരു കാര്യത്തിനോട് വെറുപ്പോ അറപ്പോ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളത് സ്വീകരിക്കാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ ഓക്കെ, എനിക്കൊരു ആളടുത്ത് വെറുപ്പ് ഉണ്ട്, ആ ആളടുത്ത് ഞാൻ കൂടുതലായിട്ട് നടക്കണ കാര്യമില്ല, സംസാരിക്കത്തില്ല, കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല, കൂടുതലായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യത്തില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നിവിനും ലക്ഷ്മിയും എപ്പോഴും അത് അവർ കുറച്ച് കൂട്ടാണ്. അതെങ്ങനെ കൂട്ടായി? അത്ര താല്പര്യമില്ലാത്ത ഒരാൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആളുമായിട്ട് കൂട്ടായി? ആദില നൂറ് അവിടെ നിൽക്കട്ടെ, ഞാൻ ആദില നൂറയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. നിവിൻ ശരിക്കും പറഞ്ഞാൽ എന്തുവാ, ജെൻഡർ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ആ രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്താണ് നിൽക്കുന്നത് എന്നൊക്കെ നിവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് ലക്ഷ്മിക്ക് ഇത്ര എതിർപ്പുണ്ടെങ്കിൽ എങ്ങനെ ലക്ഷ്മി നിവിനും മിങ്കിളായി? അതൊന്ന് ചിന്തിച്ച് നോക്കുക, അപ്പോഴേ മനസ്സിലാവും അതിൻ്റെ അകത്ത് നിന്ന് പോകാനുള്ള വെറും ഒരു കപട നിലപാട് മാത്രമാണ് ലക്ഷ്മിയുടേത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത്, അതായത് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത്, ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് നാളൊക്കെ അഭിനയിച്ച് അതിൻ്റെ അത് നിൽക്കാൻ പറ്റും, കൂടി പോയ ഒരാഴ്ച, അത് കഴിഞ്ഞ് എക്സ്പോസ്ഡ് ആവും. ആ അഭിനയം നമ്മൾ മറന്നു, കാരണം അഭിനയിക്കാൻ സമയം കിട്ടത്തില്ല. ഇത്തരം പൊട്ടിത്തെറിയും ബഹളം നടക്കുന്നതിടയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഗിസയിൽ വന്ന സമയത്ത് ഭയങ്കര എന്തുവാ, എല്ലാവരും ഒരുപോലെ കെയർ ചെയ്ത് എല്ലാവരെയും ഭയങ്കര ഒരു ഓവർ വിനയമായിരുന്നു എല്ലാവരുടെ അടുത്തും. അടി ഉണ്ടാക്കാൻ വന്നാലും അടി ഉണ്ടാക്കത്തില്ല, ഞാൻ ഭയങ്കര സമാധാനത്തിൻ്റെ ആളാണ്, പീസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു നിന്ന ആളാണ് ഗിസയിൽ. പോകെ എന്തായി, ആ അഭിനയം പൊളിഞ്ഞു. ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് അടിയാണ്, പിടിച്ച് തള്ളു ഉണ്ട് ബഹളമായി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഔട്ടായി പോയ ആളാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഔട്ടായി പോയ ആളെ പറ്റി ജസ്റ്റ് ഒരു എക്സാമ്പിൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് പലരും. അനീഷ് വന്ന സമയത്ത് ഓവർ വിനയമായിരുന്നു, ആ വിനയമൊക്കെ ഇപ്പോൾ എവിടെ? ഒരു വിനയമില്ല ആരെടുത്തും. അതങ്ങനെയാണ്, അഭിനയിച്ച് നിന്നാൽ എക്സ്പോസ്ഡ് ആവും. വന്ന ദിവസം തൊട്ട് ഒരുപോലെ നിൽക്കുന്ന ആരും ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഓരോ ടാസ്കുകൾ തന്ന് ആളുകളെ അകത്തിട്ട് വിടുന്നത്, അതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് പുറത്ത് ഇങ്ങനെയെല്ലാമാണ് നടക്കുന്നത് എന്നൊരു ചെറിയൊരു ഹിൻഡ് കൊടുക്കാനാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. അന്ന് വന്നപ്പോൾ ഗിസേലിൻ്റെ സാരി തുമ്പിൽ പിടിപ്പിച്ച് ആര്യനെ നടത്തി. അപ്പോൾ ആര്യനൊന്ന് ചിന്തിക്കുക, അത് പേഴ്സണലായിട്ട് എടുക്കാതെ ആര്യനൊന്ന് ചിന്തിക്കുക, എൻ്റെ ഗെയിം മാറ്റുന്ന ടൈമായി. അതൊക്കെ ചിന്തിക്കാതെ അത് ഭയങ്കര ഇതായിട്ട് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഒരു കാര്യമില്ല.
ഇന്ന് തന്നെ എത്ര പേർക്ക് ഞാൻ പറഞ്ഞില്ലേ, എത്ര പേർക്ക് മനസ്സിലായെന്ന് ഒരു പിടിയില്ല സാബുമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അക്ബറും എന്താ ആര്യനും കൂടെ പറയുന്നുണ്ട്, ഞാൻ അങ്ങേര് ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് റോസ്റ്റ് ചെയ്തത്. ആ രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും തിരിച്ച് നല്ല രീതിയിൽ പറഞ്ഞത്. അത് സാബുമ്മേന് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തോളാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? അത് സാബുമ്മൻ വന്ന് ഇത്രത്തോളം റോസ്റ്റ് ചെയ്താലേ ഞാൻ അത്രത്തോളം പറയൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക, പക്ഷേ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കും അങ്ങേര് അങ്ങനെ പറഞ്ഞത്? സാബുമോൻ എന്തുകൊണ്ടായിരിക്കും എന്നെ ഈ രീതിയിൽ, അല്ലെങ്കിൽ അക്ബർ ഇങ്ങനെ ചിന്തിക്കേണ്ടതാണ്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു? ഞാൻ ആ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ ഒരു സംസാരം നടക്കുന്നത് കൊണ്ടായിരിക്കും. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാം പേഴ്സണലായിട്ട് എടുത്ത് തിരിച്ച് അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. പിന്നെ അവസാനമായപ്പോൾ മറ്റേ ആ മാവ് കോരി ഇടുന്ന ടാസ്ക്, അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. അതും അതിൻ്റെ ഇടയിൽ ചെറിയൊരു അടിയാവാൻ പോയി. ആരോ കണ്ണിൽ മാവ് ഊതിയിട്ടെന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ചു അതും കുളമാക്കുമെന്ന്. സെക്കൻഡ് ടീം, ഫസ്റ്റ് ടീമാണ് ജയിച്ചത്, സെക്കൻഡ് ടീം എന്തായാലും അത് കുളമാക്കി ചെറുതായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മാവൊക്കെ എന്തുവാ കണ്ണിലെന്തോ ഊതിയെന്നോ നൂറ് എന്തോ ബഹളം ഉണ്ടാക്കുന്ന കേട്ടു. അത് വലിയൊരു അടിയിലോട്ട് പോയിരുന്നെങ്കിൽ ആ ടാസ്കും കുളമായേനെ. അത് അങ്ങനെ ഇങ്ങനെ തെന്നി തെറിച്ചും പോയി. അതുകൊണ്ട് ആ ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ആ ടാസ്കും തുലച്ചന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്നിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത രീതിയിലാണെങ്കിൽ അത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചാനലിൻ്റെ സ്വഭാവം തന്നെ മാറും. അതുകൊണ്ട് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തോ ഒരു കുഴപ്പമില്ല. ചീത്തയൊന്നും വിളിച്ചെടുത്തിടാതിരിക്കുക. അത് പിന്നെ നിങ്ങൾക്ക് തന്നെ നല്ല ദോഷം ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ചാനലിൻ്റെ സ്വഭാവം മാറ്റാതിരിക്കുക. ഇങ്ങോട്ട് തെറി വിളിച്ചാൽ തിരിച്ച് ഡബിളായിട്ട് അങ്ങോട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ച് ഓരോ കമൻറ്റുകളും ഇടുക. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, മാന്യമായ രീതിയിൽ കമൻറ്റ് ഇട്ട് ഓരോ കാര്യങ്ങൾ അറിയിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.